2026 മാർച്ചിൽ SSLC പബ്ലിക് എക്സാം എഴുതാൻ പോകുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലോ നിങ്ങളുടെ കസിൻസിലോ നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലോ നിങ്ങളുടെ കുടുംബത്തിലൊക്കെ ഏതെങ്കിലും ഒരാൾ ഇത്തവണത്തെ SSLC പബ്ലിക് എക്സാം എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ 2-3 കാര്യങ്ങൾ ചോദിക്കണം. അവരുടെ റിസൾട്ട് മെയ് 9-ാം തീയതി വരാൻ പോവുകയാണ്. അവരുടെ മാനസികാവസ്ഥയെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾ അവരോട് ചോദിക്കുകയാണെങ്കിൽ അവർ പറയും ഭയങ്കര ടെൻഷനിലൂടെ കടന്നു പോകുന്നത്, ഭയങ്കര സ്ട്രെസ്സാണ്, ഭയങ്കര പേടിയാണ് എന്നൊക്കെ അവർ പറയും. റിസൾട്ട് വരുമ്പോൾ ഏതൊരാൾക്കും അത്തരത്തിലുള്ള ചെറിയ സ്ട്രെസ്സും ടെൻഷനും പേടിയൊക്കെ ഉണ്ടാവും. പക്ഷേ പല കുട്ടികളും ഇപ്പോൾ നേരിടുന്ന പ്രശ്നം എന്താ അറിയാം, അവർക്ക് നല്ല മാർക്ക് ഉണ്ടാകുന്ന ടെൻഷനാണ്. അങ്ങനത്തെ ഒരുപാട് ആളുകൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആളുകളോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, സാർ എനിക്ക് ഫിസിക്സ് നല്ലപോലെ എഴുതാൻ പറ്റിയില്ല, കെമിസ്ട്രി നല്ലപോലെ എഴുതാൻ പറ്റിയില്ല, ബയോളജി നല്ലപോലെ എഴുതാൻ പറ്റിയില്ല, മാത്സിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ടഫായി, അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരോട് ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചു, നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു? അവർ പറഞ്ഞു യെസ് സാർ ഞങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവരോട് ഒന്നുകൂടി ചോദിച്ചു, നിങ്ങൾ എന്നാണ് പഠിച്ചു തുടങ്ങിയത്? അപ്പോൾ അവർ പലരും പറഞ്ഞു സ്റ്റഡി ലീവിൻ്റെ അന്ന്, എക്സാമിന് 2-3 ദിവസം മുന്നേ, എക്സാമിന് ഇടയിലുള്ള ഗ്യാപ്പിൽ. അങ്ങനെയാണ് ഇപ്പോൾ SSLC റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നത് ഒരു 50-55% കുട്ടികളും പഠിച്ചിരുന്നത്. അങ്ങനെ പഠിച്ചുകൊണ്ട് ഒരു കാര്യമില്ല മക്കൾ. 2026 മാർച്ചിൽ SSLC പബ്ലിക് എക്സാം എഴുതാൻ പോകുന്ന ഇപ്പോൾ 10ാം ക്ലാസ്സിലേക്ക് എത്തിയ എല്ലാ കുട്ടികളോടും എനിക്ക് പറയാനുള്ള കാര്യം ഒന്നാണ്, എക്സാമിൻ്റെ തലേന്ന് മാത്രം, അല്ലെങ്കിൽ എക്സാമിന് 2-3 ദിവസം മുന്നേ, അല്ലെങ്കിൽ എക്സാമിൻ്റെ ഇടയിലുള്ള സ്റ്റഡി ലീവ് മാത്രം പഠിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. നിങ്ങൾ സ്ഥിരമായിട്ട് പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഈ സ്ഥിരമായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ അത് പ്രശ്നമല്ല, ആഴ്ച ഒരു 3-4 ദിവസങ്ങൾ പഠിക്കാനായിട്ട് മാറ്റി വെക്കുക. അങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ സംഭവിക്കുക എന്താ അറിയാം, ഇപ്പോൾ SSLC എക്സാമിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന കുട്ടികൾ അനുഭവിക്കുന്ന സ്ട്രെസ്സും സ്ട്രെയിനും ടെൻഷനൊക്കെ വളരെ കൂടുതലായിട്ട് അനുഭവിക്കുന്നുണ്ട്. അതേപോലെ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകും. അപ്പോൾ നിങ്ങൾ ആ അവസ്ഥയിലൂടെ കടന്നു പോകാതിരിക്കാൻ, കാരണം നിങ്ങൾക്ക് 2026 മാർച്ച് SSLC പബ്ലിക് എക്സാമാണ്, റിസൾട്ട് ഏപ്രിൽ ലാസ്റ്റ് അല്ലെങ്കിൽ മെയ് ഫസ്റ്റ് വീക്ക് വരികയും ചെയ്യും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ കഠിനമായ സ്ട്രെസ്സോ ടെൻഷനോ ഇല്ലാതിരിക്കണമെങ്കിൽ സൊല്യൂഷൻ ഒന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങൾ സ്ഥിരമായിട്ട് പഠിക്കുക. ഇനി അതിന് ബുദ്ധിമുട്ടാണെങ്കിൽ ആഴ്ചയിൽ 4 ദിവസം പഠിക്കാൻ മാറ്റിച്ചൂടെ? ആഴ്ചയിൽ 4 ദിവസം ഡെയിലി 2-3 മണിക്കൂർ നിങ്ങൾ പഠിച്ചാൽ മതി. അത്രയും സമയം നിങ്ങൾക്ക് പഠനത്തിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എക്സാം എഴുതുന്ന സമയത്ത് ഭയങ്കര സ്ട്രെസ് ഉണ്ടാവും, റിസൾട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര സ്ട്രെസ് ഉണ്ടാവും, ടെൻഷൻ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് സോൾവ് ചെയ്യാൻ, അത് ഒഴിവാക്കാൻ, അത് പിന്നെ ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻ ഒന്ന് മാത്രമേ ഉള്ളൂ, പഠിക്കാമെന്നാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും എക്സാമിന് മൂട്ടിലേക്ക് മാറ്റി വെക്കാതെ, എക്സാമിനോട് അടുപ്പിച്ച് മാത്രം പഠിക്കാമെന്ന് വിചാരിക്കാതെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാകാം. അങ്ങനെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങളെ തേടി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് വരും. അങ്ങനെ പഠിക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ തൊട്ട് മുകളിലുള്ള ആളുകൾ അനുഭവിക്കുന്ന സ്ട്രെസ്സും ടെൻഷനും ഫ്രീ ഒക്കെ കുറേയൊക്കെ നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. ആ രീതിയിലേക്കൊന്ന് മാറാൻ ശ്രമിക്കുക.